ഹായ്, വെൽക്കം ടു ലെറ്റ്സ് ലേൺ ടുഗെദർ. നമുക്ക് കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് പ്രധാനമായിട്ടും കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനെ ഫെഡറേഷൻസിനെയൊക്കെ പറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അതിൽ നിന്ന് പ്രധാനമായിട്ടും ചോദിക്കുന്നതാണ് ഓരോ ഫെഡറേഷനും ഇൻസ്റ്റിറ്റ്യൂഷനും പുറത്തിറക്കുന്ന അവരുടെ പ്രൊഡക്റ്റുകളെ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അങ്ങനെ ഫെഡറേഷനുകളുടെയും ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെയും എല്ലാം പല പ്രൊഡക്റ്റുകൾ ഏതാണെന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം റബ്കോ. റബ്കോ എന്ന് പറയുന്നത് കേരള റബ്ബർ കോപ്പറേറ്റീവ് ലിമിറ്റഡ് ആണ്. റബ്കോയുടെ പ്രധാനപ്പെട്ട പ്രൊഡക്റ്റുകളാണ് ഇവിടെ പറയുന്നത്. ന്യൂട്രിക്കോ, ലുഷ് ഓയിൽ, റബ്കോ നാച്ചുറൽ, റബ് വുഡ്, റെയിൻബോ ചപ്പൽ, റബ്കോ പ്രൊമിറ്റോ, പ്രിയതി, മാഗ്നസ്. ഇതിൽ ന്യൂട്രിക്കോ എന്ന് പറയുന്നത് ഇവരുടെ കോക്കനട്ട് ഓയിലാണ്. റബ്കോയുടെ കോക്കനട്ട് ഓയിലാണ് ന്യൂട്രിക്കോ. ലുഷ് ഓയിൽ എന്ന് പറയുന്നതും അവരുടെ ഒരു ആയുർവേദിക് പ്രൊഡക്റ്റാണ് ലുഷ് എന്ന് പറയുന്നത്. പിന്നെ റബ്കോ നാച്ചുറലും ഇതുപോലെ തന്നെയുള്ള കോക്കനട്ട് ഓയിലാണ് റബ്കോ നാച്ചുറൽ എന്ന് പറയുന്നത്. റെയിൻബോ ചപ്പൽ അവരുടെ ചപ്പലാണ്. അതുപോലെ തന്നെ റബ്കോ പ്രൊമിറ്റോ, റബ്കോ പ്രിയതി, റബ്കോ മാഗ്നസ് എന്ന് പറയുന്നതും അവരുടെ ഫുഡ് വെയേഴ്സാണ്. ഇതിൽ റബ്കോ പ്രൊമിറ്റോ മെൻ ആൻഡ് വുമൺ, ബോയ്സ് അങ്ങനെ ഉള്ളവർക്കുള്ള കാറ്റഗറിയിലുള്ളവർക്കുള്ള ചപ്പൽ ഫുഡ് വെയറുകളാണ് റബ്കോ പ്രൊമിറ്റോ, റബ്കോ പ്രിയതി, റബ്കോ മാഗ്നസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് റബ്കോയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ. അടുത്തത് റബ്ബർ മാർക്ക്. റബ്ബർ മാർക്ക് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷനാണ് റബ്ബർ മാർക്ക്. റബ്ബർ മാർക്കിൻ്റെ പ്രൊഡക്റ്റാണ് റുബെക്, ഭാരത് ജൈവ, കേരള ജൈവ, പെരിയാർ മിക്സ്ചർ. ഇതിൽ റുബെക് എന്ന് പറയുന്നത് ഇവരുടെ ബലൂണാണ്. റബ്ബർ മാർക്കിൻ്റെ ബലൂണാണ് റുബെക് എന്ന് പറയുന്നത്. പിന്നെ ഭാരത് ജൈവ, കേരള ജൈവ ആൻഡ് പെരിയാർ മിക്സ്ചർ. ഇത് മൂന്നെണ്ണവും ഈ റബ്ബർ മാർക്കിൻ്റെ ഫെർട്ടിലൈസറാണ്. ഓക്കെ, അപ്പോൾ റബ്ബർ മാർക്കിൻ്റെ പ്രധാനപ്പെട്ട പ്രൊഡക്റ്റുകളാണ് റുബെക്, ഭാരത് ജൈവ, കേരള ജൈവ ആൻഡ് പെരിയാർ മിക്സ്ചർ എന്ന് പറയുന്നത്. അടുത്തത് കേരാഫെഡ് ആണ്. കേരാഫെഡ് കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ. അതാണ് കേരാഫെഡ് എന്ന് പറയുന്നത്. അവരുടെ ഇമ്പോർട്ടൻറ്റ് പ്രൊഡക്റ്റുകളാണ് കേരകേശ്, കേര ഗോൾഡ്, കേശ് അമൃത്. അതെല്ലാം കേരാഫെഡിൻ്റെ പ്രൊഡക്റ്റുകളാണ്. ഇത് എല്ലാം എന്താണ്? കോക്കനട്ട് ഓയിലാണ്. ഓക്കെ, ഇതെല്ലാം കോക്കനട്ട് ഓയിലാണ്. കേരകേശ്, കേര ഗോൾഡ്, കേശ് അമൃത്. പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ പറ്റും, കാരണം എല്ലാം കേര വെച്ചിട്ടായത് കാരണം കേരാഫെഡിൻ്റെ പ്രൊഡക്റ്റുകൾ പഠിക്കാൻ എളുപ്പമാണ്. പക്ഷേ ഇനിയും ഇതുപോലെ വരുന്നുണ്ട്, അത് തമ്മിൽ മാറിപ്പോകരുത് കേട്ടോ. മത്സ്യഫെഡിൻ്റെ പ്രൊഡക്റ്റാണ് ചിറ്റിൻ, ചിറ്റോസൻ എന്ന് രണ്ടെണ്ണം പറയുന്നത്. ഇത് രണ്ടെണ്ണം മത്സ്യഫെഡിൻ്റെ ഹെൽത്ത് പ്രൊഡക്റ്റാണ്. ഹെൽത്ത് കെയർ പ്രൊഡക്റ്റുകളാണ് ഈ ചിറ്റിൻ, ചിറ്റോൺ എന്ന് പറയുന്നത്. ന്യൂട്രി ഫിഷ് എന്ന് പറയുന്നത് മത്സ്യഫെഡിൻ്റെ ഒരു ഫെർട്ടിലൈസറാണ്. ഓക്കെ, മത്സ്യഫെഡിൻ്റെ ഫെർട്ടിലൈസറാണ് ന്യൂട്രി ഫിഷ് എന്ന് പറയുന്നത്. ഈ അന്തിപ്പച്ച, വ്യാസ സ്റ്റോർ എന്ന് പറയുന്നത്, അന്തിപ്പച്ച എന്ന് പറയുന്നത് മത്സ്യഫെഡിൻ്റെ ഒരു സെയിൽസ് ഔട്ട്ലെറ്റ് ആണ്. അതുപോലെ വ്യാസ സ്റ്റോർ എന്ന് പറയുന്നത് മത്സ്യഫെഡിൻ്റെ സ്റ്റോറാണ്. വനിതാ ബസ് എന്ന് പറഞ്ഞാൽ മത്സ്യഫെഡ് നടത്തുന്നതാണ് ഈ വനിതാ ബസ്. അപ്പോൾ ഇത് മൂന്നെണ്ണം അതിൻ്റെ പ്രൊഡക്റ്റ് അല്ല. ഇതിൻ്റെ ഒപ്പം മത്സ്യഫെഡിൻ്റെ പ്രൊഡക്റ്റ് പറയുന്നതിൻ്റെ ഒപ്പം ഞാൻ പറഞ്ഞതേ ഉള്ളൂ അന്തിപ്പച്ച, വ്യാസ സ്റ്റോർ, വനിതാ ബസ്. ഇതൊക്കെ ഏതുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറേ പ്രാവശ്യം ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം മത്സ്യഫെഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. മത്സ്യഫെഡിൻ്റെ പ്രൊഡക്റ്റ് ചിറ്റിൻ, ചിറ്റോൺ, ന്യൂട്രിഫിഷ് എന്നുള്ളതാണ്. ചിറ്റിൻ, ചിറ്റോൺ എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ പ്രൊഡക്റ്റും ന്യൂട്രിഫിഷ് എന്ന് പറയുന്നത് അവരുടെ ഫെർട്ടിലൈസറുമാണ്. അടുത്തത് മിൽമയുടെയാണ് റീഫ്രഷ് ചോക്കോ ബൈറ്റ്. ഇതിൽ റീഫ്രഷ് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ് ഡ്രിങ്കാണ് കേട്ടോ. സോഫ്റ്റ് ഡ്രിങ്കാണ് റീഫ്രഷ് എന്ന് പറയുന്നത്. പിന്നെ ചോക്കോ ബൈറ്റ് മിൽമയുടെ പ്രൊഡക്റ്റാണ്. അടുത്തത് ദിനേശ് ബീഡിയുടെയാണ് കേര മിൽക്ക്, ദിനേശ് പിക്കിൾസ്. ഇത് രണ്ടെണ്ണം ദിനേശ് ബീഡിയുടെയാണ്. ഈ കേര മിൽക്ക് എന്തിൻ്റെ പ്രൊഡക്റ്റാണ് എന്ന് കുറേ പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദിനേശ് ബീഡിയുടെയാണ്, മാറിപ്പോകരുത്. കേരാഫെഡുമായിട്ട് ചിലപ്പോൾ അത് കേര മിൽക്ക് എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ കേരാഫെഡുമായിട്ട് കേരാഫെഡിൻ്റെ ആണെന്ന് തോന്നും, പക്ഷെ അത് ദിനേശ് ബീഡിയുടെ ആണ്. കേര മിൽക്ക് എന്ന് പറയുന്നത് എന്താണ്? കോക്കനട്ട് മിൽക്ക് തന്നെയാണ്.
കോക്കനട്ട് മിൽക്കാണ് ദിനേശ് ബീഡിയുടെ കോക്കനട്ട് മിൽക്കാണ് കേര മിൽക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഹോപ്കോ. ഹോപ്കോയുടെയാണ് കൽപ്പദാരു, ജീവ ആൻഡ് ജീവശ്രീ. കൽപ്പദാരു എന്ന് പറയുന്നതും ഒരു കോക്കനട്ട് ഓയിലാണ്. ഓക്കെ, കോക്കനട്ട് ഓയിലാണ്. പിന്നെ ജീവ ആൻഡ് ജീവശ്രീ അത് ഹോപ്കോയുടെ ആണ്. അടുത്തത് മാർക്കറ്റ് ഫെഡ്. മാർക്കറ്റ് ഫെഡിൻ്റെയാണ് കേരജം. ഇതും കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, കേരജം എന്തിൻ്റെ പ്രൊഡക്റ്റാണെന്ന്. മാർക്കറ്റ് ഫെഡിൻ്റെ പ്രൊഡക്റ്റാണ്. പിന്നെ അടുത്തത് ICM. ICM എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്, അവരുടെയാണ് പാക്സോഫ്റ്റ്. ഇൻഫർമേഷൻ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ ഇത്. അപ്പോൾ ICMൻ്റെയാണ് പാക്സോഫ്റ്റ്. പാക്സോഫ്റ്റ് ഏതുമായിട്ട് റിലേറ്റ് ചെയ്തതാണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് ICM ആണ് ആൻസർ. പിന്നെ അടുത്തത് റെയ്റ്റ്കോ. റെയ്റ്റ്കോ എന്ന് പറഞ്ഞാൽ റീജിയണൽ അഗ്രോ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് എന്നാണ്. റെയ്റ്റ്കോയുടെയാണ് ഫാമിലി കറി പൗഡർ, അവരുടെ പ്രൊഡക്റ്റ്. റെയ്റ്റ്കോയുടെ പ്രൊഡക്റ്റാണ് ഫാമിലി കറി പൗഡർ. അടുത്തത് വനിതാ ഫെഡ്. വനിതാ ഫെഡിൻ്റെ പ്രൊഡക്റ്റാണ് കേരകാന്തി, അതും ഓയിൽ തന്നെയാണ് കേട്ടോ. ഓയിലാണ് കേരകാന്തി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേരകാന്തി, കേരജം ഇതൊക്കെ പറയുമ്പോൾ മാറിപ്പോരുത്. കേരകാന്തി എന്ന് പറയുന്നത് വനിതാ ഫെഡിൻ്റെയാണ്, കേരജം എന്ന് പറയുന്നത് മാർക്കറ്റ് ഫെഡിൻ്റെയാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞത് ഏതാ, കേര മിൽക്ക്. കേര മിൽക്ക് എന്താ, ദിനേശ് ബീഡി അവരുടെ പ്രൊഡക്റ്റാണ് കേര മിൽക്ക് എന്ന് പറയുന്നത്. കേര ഫെഡിൻ്റെ ഏതൊക്കെയാ, കേര, കേരകേശ്, കേര ഗോൾഡ്, പിന്നെ കേശ് അമൃത്, അതെല്ലാം ആരുടെയാണ്, അത് കേര ഫെഡിൻ്റെയാണ്. ഓക്കെ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത് എല്ലാം കേര വെച്ചിട്ടായത് കാരണം പല പ്രാവശ്യം ഇത് ചോദിക്കുന്നതാണ്. മാർക്കറ്റ് ഫെഡിൻ്റെ കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കേര മിൽക്ക്, ദിനേശ് ബീഡി കേര മിൽക്ക് എന്തിൻ്റെ പ്രൊഡക്റ്റാണെന്ന് കുറേ പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് പഠിക്കുക. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും ഫെഡറേഷൻസിൻ്റെയും പ്രൊഡക്റ്റ് പല പ്രാവശ്യത്തെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്